എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഞാൻ ഈ വൈകുന്നേരത്ത് നിങ്ങളോട് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇത് യൂട്യൂബിൽ നമ്മൾ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി നമ്മൾ ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. അവർ രാവിലെ ആണല്ലോ കേൾക്കുന്നത്. ഇന്നലെ ഒരാൾ നമ്മൾ പറഞ്ഞു കേട്ടില്ല ക്ലാസ്സിൽ വന്നിട്ട്, സാറിൻ്റെ വാക്കുകൾ രാവിലെയും കേൾക്കും വൈകിട്ടും കേൾക്കും, അതാണ് വീട്ടിൽ ഒരു പിടിവള്ളി. അപ്പോൾ പറയുമ്പോൾ അവരെ കാര്യമാണ് ആദ്യം പറഞ്ഞു പോകുന്നതെന്നാണ്. കാരണം അവർക്ക് ഇവിടെ ലൈവ് വന്ന് നമ്മളെ കേൾക്കാൻ സമയം ലഭിക്കാറില്ല, അല്ലെങ്കിൽ സൂം ഉപയോഗിക്കാൻ അറിയാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ നിമിഷത്തിലും നിങ്ങളിൽ ഈ ശുഭാപ്തി വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ശുഭചിന്തകളും ഇതിന് കൂടെ തന്നെ ഉണ്ടായിരിക്കണം. എല്ലാം ശുഭമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആലോചിക്കാവൂ, പറയാവൂ, പ്രവർത്തിക്കാവൂ, ചെയ്യാവൂ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും നല്ല നല്ല മനസ്സുള്ളവരല്ലേ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും യെസ് പറഞ്ഞോ, നോക്കട്ടെ എല്ലാവരും. ഞാൻ ഒരു കാര്യം യൂട്യൂബ് വീഡിയോ കാണുന്നവരോടാണ്, നിങ്ങൾ കമൻറ്റ് വളരെ കുറവാണ്. യെസ് പറയാറില്ല, റെഡി പറയാറില്ല. കേൾക്കുന്നുണ്ട് ആൾക്കാർ, കമൻ്റ് ഇല്ല. എനിക്കൊന്ന് പല പല തിരക്കിൽ പെടുമ്പോൾ കമൻ്റ് ഇടാൻ മറന്നു. കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? ഞാൻ ആദ്യം എല്ലാ ദിവസവും നോട്ട് ചെയ്യും. കുറേ പേരുണ്ട്, നിങ്ങളുടെ പേരും സ്ഥലത്തിൻ്റെ പേരും എഴുതിയിട്ട് എല്ലാ ദിവസവും കമൻറ്റ് ചെയ്യുന്നത്. അവരെ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇന്ദിരാ മലപ്പുറം പോലുള്ള ആളുകളെ കണ്ടിട്ട് എല്ലാത്തിലും കമൻറ്റ് ചെയ്യും. അപ്പം നമ്മളത് കാണുമ്പോൾ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം എനിക്കും ഉണ്ടാവും, അല്ലേ? ആ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും അവരൊരു പേര് എഴുതി തന്നെ കമൻറ്റ്. ബാക്കി എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിങ്ങൾ ചാനലിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ നിങ്ങൾ ആരാണെന്നൊരു പിടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറ്റിയിരുന്നു. സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്ന ഒരാളുടെ പേര്, ഇത് ചാനലിലെന്തോ വേറെന്തോ ഒരു പേരായിരുന്നു, പക്ഷെ ആൾ വന്നിട്ടുണ്ടോ ഞാനൊന്നും കമൻറ്റ് ചെയ്യാം, ഞാൻ ഇന്ന ആൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചാനലിൻ്റെ പേര് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പേര് എഴുതി തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം പറയണം, നല്ലതോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ, നോ പ്രോബ്ലം. നിങ്ങളുടെ ഉള്ളിലുള്ളതല്ലേ നിങ്ങൾ ടൈപ്പ് ചെയ്ത് പുറത്ത് വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങളുടെ അകത്ത്, അപ്പം അത് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ അകത്തുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നല്ലേ. അപ്പം നല്ലത് പറയും, നല്ലതാണ് നിങ്ങളുടെ അകത്തുള്ളതെങ്കിൽ നിങ്ങൾ നല്ലത് പറയുക, ചിത്തയാണ് നിങ്ങളുടെ അകത്തുള്ളതെങ്കിൽ ചിത്ത പറയുക. എന്തായാലും എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, കാരണം ഇത് ഉൾക്കൊള്ളുന്നത് എൻ്റെ അകത്ത് നിന്ന് ഇരിക്കുന്ന സംഭവത്തിലല്ലേ. അപ്പം നിങ്ങൾ നല്ലത് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നല്ലതാണുള്ളത്, നിങ്ങൾ ചീത്ത പറഞ്ഞാൽ എനിക്കത് യേശുവില്ല, കാരണം എൻ്റെ ഉള്ളിൽ അത് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, യൂട്യൂബും ഫേസ്ബുക്കും, ഇത് ഇപ്പോൾ നാളെ ഫേസ്ബുക്കിലും വരും ഈ വീഡിയോ. ഇതേപോലെ ഫേസ്ബുക്കും കാണുന്നവരോട് പറയാനുള്ളത്, ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മാത്രമേ എനിക്ക് കാശ് കിട്ടുള്ളൂ. ഇന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഫേസ്ബുക്ക് നല്ല കാശ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കാശ് വന്ന് നോക്കിയില്ല, ഇന്നാണ് ഞാൻ നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചായ കുടിക്കാനുള്ള കാശ്, ഒരു ദിവസം ചായ കുടിക്കാനുള്ള കാശ് ഫേസ്ബുക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. വെച്ചാൽ ഓരോ വീഡിയോ 5 ലക്ഷത്തിന് മുകളിലൊക്കെ വ്യൂസ് പോയ വീഡിയോ ഒന്ന് ഒരു കഷ്ടിച്ചൊരു ചായയും പഴംപൊരി കഴിക്കാം, അത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പഴംപൊരിയല്ല, സാധാരണ പഴംപൊരിയും ചായയും കുടിക്കാം, സാധാരണ കടയൊക്കെ അത്ര കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുറക്കണില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങളെല്ലാവരും നല്ല നന്മയോടെ, നല്ല സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, ക്ഷേമത്തോടെ, സമ്പൽ സമൃദ്ധിയോടെ, ആരോഗ്യകരമായിട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ചെറിയൊരു കഥ പറയാം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യം പറയാം. നോക്കൂ, മറ്റൊന്നുമല്ല, ഈ പറയുന്ന കാര്യം ഏറെക്കുറെ എൻ്റെ മുമ്പിലിരിക്കുന്നവരെ സംബന്ധിച്ച് അത്രയും എഫക്റ്റീവ് ആയിരിക്കില്ല. കാരണം നിങ്ങൾ ക്ലാസ്സുകൾ കേട്ട് 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 നിങ്ങൾ മനസ്സിലായതുകൊണ്ടാണ്. പക്ഷേ ചോദ്യം ഇതാണ്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അതവൻ്റെ പരാജയമാണോ, അല്ല അവൻ്റെ കുറ്റബോധമാണോ, അല്ലെങ്കിൽ ദാരിദ്ര്യമാണോ, അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഉള്ളിൽ മരിച്ച ഒരു മനസ്സാണോ? എന്താണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് നിങ്ങൾ പറഞ്ഞ് നോക്കട്ടെ, എത്ര പേർക്ക് അറിയാവുന്നു? അത് അവൻ്റെ പരാജയമാണോ, അല്ല അവൻ്റെ ദാരിദ്ര്യമാണോ, അല്ല അവൻ്റെ ഒറ്റപ്പെടലാണോ, അതുമപ്പുറത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളായതുകൊണ്ടാണോ എന്നുള്ളതാണ്.
നോക്കൂ, ഇതിൽ നിങ്ങൾ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, ഹാപ്പിനെസ് മാസ്റ്ററി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളാണ് ഇതിൻ്റെ ആൾക്കാർ, നിങ്ങളാണ് ഇതിൻ്റെ ചാലകശക്തി. ആരാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഏതിലാണ് പരാജയം സംഭവിച്ചിരിക്കുന്നത് എന്നാണ്? അത് മറ്റൊന്നുമല്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ട മനസ്സ്. അതാണ് ഏറ്റവും അപകടം പിടിച്ച സംഭവം. നിങ്ങൾക്കുള്ള വേദിയാണിത്. കയറി വരും മക്കളെ, അല്ലേ? പണ്ട് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ അവസാനം ഒന്നുമില്ലാതെ ഇങ്ങനെ പറയില്ലേ, അതുപോലെ കയറി വാടാ മക്കളെ എന്ന് പറയുന്ന പോലെ ഇവിടെയാണ് നിങ്ങൾക്ക് സ്ഥലം. നിങ്ങൾ ധൈര്യപൂർവ്വം കയറി വരുന്നു. കാശൊന്നും നമ്മുടെ വിഷയമേ അല്ല. നിങ്ങൾക്ക് ഒരു പിടി, ഒരു കൈത്താങ്ങ് നൽകുക എന്നതാണ് നമ്മുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരു ചെറിയൊരു സങ്കടകരമായ കാര്യം പറയാം. അത് പറയണം എന്ന് ഉദ്ദേശിച്ചല്ല, പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എമർജൻസി ആയിട്ട് അപ്പോയിൻമെന്റ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചു. പ്രസീതനെ തുരതുരേ വിളിച്ചു, അർജന്റായിട്ട് വേണം. അപ്പം ഞാൻ നല്ല ഓഫീസ് തിരക്കുള്ള സമയമാണ്. പക്ഷേ ഈ വിളി വന്നപ്പോഴേ എനിക്ക് തോന്നി, എനിക്ക് ആളെ അറിയില്ല, അങ്ങനെ വിളിക്കുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്ന് കരുതി എനിക്ക് പെട്ടെന്ന് അറിയാം. ചില സമയത്ത് നമുക്ക് എന്തോ ഒരു ദൈവിക ശക്തി വരുന്നതുകൊണ്ട് പറഞ്ഞ് ഞാൻ പ്രസീതയോട് അങ്ങോട്ട് പറഞ്ഞു, കൊടുത്തേക്ക്, ഇപ്പം തന്നെ കൊടുത്തേക്ക്, ഞാൻ ഫ്രീ ആവാം എന്ന് പറഞ്ഞു. സമയം ഒരു 10:30-11 മണി സമയത്താണ്, രാവിലെ. നല്ല തിരക്ക്, ഞാൻ ഓഫീസിൽ ഉണ്ടാകുന്ന സമയത്താണ്. അന്നേരം തന്നെ കൊടുത്തു. അയാൾ വന്നു. ഞാൻ ഞെട്ടിപ്പോയി. ആ ക്യാമറ അയാൾ ഓപ്പൺ ചെയ്ത്, സാറേ ഇപ്പോൾ സാറിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 35-36 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. നോക്കുമ്പോഴേക്കും വീടിൻ്റെ ഫാനിൽ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങനെയാണ് ഈ സംഭവത്തിന് ഞാൻ സൂമിലാണുള്ളത്, എന്ത് ചെയ്താലാണ് ഇയാളെ നിർത്തുക എന്ന് പറഞ്ഞു. പതുക്കെ 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 കാര്യം ചോദിച്ചു. കാര്യം ചോദിച്ചു കഴിയുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യമാണ്, അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഓക്കെ, അത് മനുഷ്യൻ്റെ മനസ്സത്രയുമാണ് എന്നതാണ്. പക്ഷേ സങ്കടകരമായ കാര്യം, 2 ചെറിയ കുട്ടികളാണ്, പറക്കമുറ്റാത്ത കുട്ടികൾ. ഞാൻ ആകെ അന്താളിച്ചു പോയി. കുറേ നേരം സംസാരിച്ചു. ഒരു 2-2.5 മണിക്കൂർ നേരം സംസാരിച്ചു. കയറെ കഴിച്ചു, മാറ്റി കളഞ്ഞു, എല്ലാം കഴിഞ്ഞു. സമാധാനത്തിൽ പോകാൻ പറഞ്ഞു. ഇനി ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം അയാൾ ചെയ്യില്ല എന്നുള്ള ഉറപ്പിന്മേൽ കർത്താവിൻ്റെ നാമത്തിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. അത്രയും സമയം ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഇതിനു വേണ്ടി നിതാന്ത ശ്രമിച്ചു. നന്നാവട്ടെ എന്നുള്ള, ഞാനിതൊരു ഉദാഹരണം മാത്രമായി പറയുകയാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് വേണം, അതൊക്കെ സപ്പോർട്ട് നൽകാൻ ഞാൻ ഏത് സമയത്തും തയ്യാറാണ്. ദയവ് ചെയ്ത് ഇതൊരു പരിഹാരമേ അല്ല. ആരും അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. ഏതെങ്കിലും സമയത്ത് മനസ്സ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ട്, വിളിച്ചോളൂ. എപ്പോൾ വേണം, ചെയ്ത സമയത്ത് ഞാൻ ഫ്രീ ആയി, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു തരാം, ഏത് അവസ്ഥയിലും. കാരണം ഒരുപാട് അനുഭവിച്ചതും ഒരുപാട് കണ്ടതുമായ, ജീവിതത്തിൽ കൂടുതൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് കരുതിയിരിക്കുന്ന ആളാണ്. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ദയവ് ചെയ്ത് റിക്വസ്റ്റാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്തെങ്കിലും, ബാക്കി എല്ലാത്തിനും അപ്പുറത്തിരിക്കുന്ന ദൈവത്തെ ഓർത്തെങ്കിലും അങ്ങനെ ഒരു പരിപാടിയെപ്പറ്റി ആരും ആലോചിക്കരുത്. ഇതൊക്കെയാണ് ഞാൻ ഈ ഹാപ്പിനെസ് മാസ്റ്ററി തുടങ്ങാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും ഇവനെ എഴുതാനും ഒക്കെ പ്രചോദനം ഇതേ സംഭവം തന്നെയാണ്. പക്ഷെ അതിനെ ഒന്ന് ഇത്രയും തീവ്ര അവസ്ഥയെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് കുറേയൊക്കെ ലളിതമായി അവതരിപ്പിച്ചത്. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വം, അല്ലേ, ആദ്യം തുടക്കം തന്നെ, കഥയിൽ തുടക്കം തന്നെ ആത്മഹത്യ തന്നെയാണ്. കാരണം ഇത് അത്രയും വലിയൊരു വിഷയമായതുകൊണ്ടാണ്. ഒരു പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ അങ്ങനെ തുടങ്ങണമെങ്കിൽ അത്രയും അകത്ത് കിടപ്പുണ്ടാവും എന്ന് ഓർക്കുക. എഴുത്തുകാരൻ്റെ അകത്ത് തീഷ്ണമായ, തീവ്രമായ ഒരു സംഭവം ഉണ്ടാകും. അതിൽ നിന്നാണ് ഈ സാധനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുമ്പോഴും
ഈ കനൽക്കട്ട അകത്ത് നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്, ഒരു തർക്കമില്ല. പക്ഷേ നമ്മൾക്ക് വാക്കുകളും പ്രവൃത്തികളും മിതപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ട് മാത്രം അത് എല്ലാ പ്രാവശ്യവും പറയുന്നില്ല. ഒരാളെങ്കിലും അതിൽ നിന്ന് തിരിച്ചു വരാൻ സാധിച്ചാൽ തന്നെ ഒരു പുണ്യമായി കരുതുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നവരോടല്ല, കാരണം നിങ്ങളെല്ലാവരും ഇതിനപ്പുറത്ത് എന്നോട് സംസാരിച്ചിട്ടും ക്ലാസ്സിൽ കയറി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇവിടെ നിന്നുള്ള സാധനം എടുത്ത് അങ്ങ് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അത്രയും ഞാൻ ഫ്രീഡം നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇവിടെ ഇരിക്കുന്നവരോട്, ഇനി കേൾക്കുന്നവരോടും പറയണം ഇത് തന്നെ. എനി ടൈം ഓൾവേസ് വെൽക്കം. നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ പുറത്ത് കടങ്ങുന്ന, ഇവിടെ ഒരു കോഴ്സിനും ഫീസ് തരേണ്ടതില്ല, ഒരു ക്ലാസ്സിനും ഫീസ് തരേണ്ടതില്ല. നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിൻ്റെ ഒക്കെ പേരിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ അത്തരം പരിപാടികളെ നമുക്കൊരിക്കലും വേണ്ട. ഇതിഷ്ടം ഒരുപാട് വഴികളുണ്ടെന്ന്. ഈ ജീവിതം അവിടെ വെച്ചൊന്ന് തീരേണ്ടല്ല. ജീവിതം ഇങ്ങനെ പരന്ന് കിടക്കുന്ന സംഭവമാണ്. ഇവിടെ ഒന്ന് പുഞ്ചിരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളെ നമുക്കുള്ളൂ. ഒരാൾ തല്ലാൻ വരുന്നുണ്ടെങ്കിൽ പോലും, കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ചിരിയാൽ നമുക്കതിന് തീർക്കാൻ പറ്റും, ഒരു സംശയമില്ല. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ഈ സാധനം തകർന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആത്മവിശ്വാസം തകർന്നു പോയാണ്ടല്ലോ, മറ്റൊന്നിനും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ദാരിദ്ര്യമോ മാറ്റാം, 2 ദിവസം പണിയെടുത്താൽ ദാരിദ്ര്യം മാറിപ്പോവും, ഒരു വിഷയമില്ല. വീടില്ലേ, നമുക്ക് വീടുണ്ടാക്കാം. ഇത് ലോണുണ്ടോ, അത് നമുക്ക് പണിയെടുത്ത് വീട്ടാൻ പറ്റും. എന്താണോ കൈകാലില്ലേ, നമുക്കതും ശരിയാക്കി എടുക്കാൻ പറ്റും. ആരോഗ്യമില്ലേ, കിഡ്നി പോയോ, അതും ശരിയാക്കി എടുക്കാൻ പറ്റും. ഹൃദയം പോയോ, വേറെ മേടിച്ചു വെക്കാൻ പറ്റും. ഒക്കെ പറ്റും അല്ലേ? തല വെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വിഷയമുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. പക്ഷേ തലക്കകത്തിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആത്മവിശ്വാസം, അല്ലേ? ബ്രെയിനകത്താണ് ആ സാധനം എന്ന്. അത് പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയ പരാജയം. ഇവരൊരിക്കലും ഒരിക്കലും അത്തരം പരാജയത്തിലേക്ക് പോവരുത്. അവനവന് ഉയർത്തിക്കൊണ്ട് അവനവന് വേണ്ടത് ചെയ്യണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പുസ്തകം മുഴുവൻ ഞാൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നു, കാണിച്ചു തരുന്നു. 5 പേരുടെ ജീവിതത്തെ വെച്ച് കാണിച്ചു തന്നിരിക്കുന്നു. 5-ൽ ഒരാൾ ഞാനുമാണ്. അത്രയും കൃത്യമായി പറഞ്ഞു തന്നിരിക്കും. അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ. ഇപ്പോൾ നിങ്ങൾ നാളെ ഈ യൂട്യൂബ് കാണുന്നവർ, മുമ്പ് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ടോ, താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ സാധനമാണ് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒറ്റ കോഴ്സ്. എത്ര എത്ര ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ക്ലാസ്സാണത്. പിന്നെ ഞാനതിന് കുറച്ചും കൂടി ട്യൂൺ മൈൻഡിലേക്കൊക്കെ പോയി കുറച്ചും കൂടി ലഘൂകരിച്ച് കൊണ്ടുവന്നു. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ അവസ്ഥയാണ് മനസ്സിനെ മനസ്സിലാക്കുക. ഇത് മാത്രമാണ് ഹാപ്പിനെസ് മാസ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മറ്റാരെയും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട, ആരെപ്പറ്റിയും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ആരെക്കൊണ്ട് നന്മ പറയിക്കാനോ ആരെക്കൊണ്ട് തിന്മ പറയിക്കാനോ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളോട് നന്മയുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളെ നല്ലത് പറയാൻ സാധിക്കുന്നു എങ്കിൽ അവിടെ വിജയിച്ചു. അത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും നൽകാൻ സാധിക്കില്ല. ഞാനിന്ന് രാവിലെ മെഡിറ്റേഷൻ സമയത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ വേണ്ടത്, സന്തോഷമാണോ വേണ്ടത്? ഉത്തരം പറഞ്ഞേ, എല്ലാവരും ഉത്തരം പറഞ്ഞേ. ബുദ്ധിമാന്മാരെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരിവിടെ ഉണ്ടാവും. പറഞ്ഞു നോക്കെ, നിങ്ങൾക്ക് സുഖമാണോ വേണ്ടത്, സന്തോഷമാണോ വേണ്ടത്? എല്ലാവരും ഒറ്റ ഉത്തരം പറയൂ അല്ലേ? അല്ലേ? യെസ്, കറക്റ്റാണ്. ഇത് കുറേ സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ നമുക്കെല്ലാം വേണ്ടത് സന്തോഷമാണ്. പക്ഷെ തേടുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്നവർ എത്ര പേരുണ്ട്? സന്തോഷത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട്? സന്തോഷത്തിന് വേണ്ടി ഉറങ്ങുന്ന എത്ര പേരുണ്ട്? സന്തോഷത്തിന് വേണ്ടി നടക്കുന്ന എത്ര പേരുണ്ട്? സന്തോഷത്തിന് വേണ്ടി നിൽക്കുന്ന എത്ര പേരുണ്ട്? സന്തോഷത്തിന് പോയി ചെയറിൽ പോയി ഇരിക്കുന്ന എത്ര പേരുണ്ട്? അവിടെയെല്ലാം നമ്മൾ വിചാരിക്കുന്നത്, ഒന്ന് സുഖം കിട്ടിയാൽ. AC എന്തിനാ ഇടുന്നത്? സുഖിക്കാൻ. ബില്ല് വരുമ്പോഴോ സന്തോഷം പോവും. സുഖം പോവല്ല ചെയ്യുന്നത്, സന്തോഷം പോവും. വണ്ടി എന്തിനാണ്? സുഖത്തിന്. EMI അടക്കുമ്പോഴോ സന്തോഷം അങ്ങ് പോവും. പെട്രോൾ അടിക്കുന്ന എന്തിനാണ്? വണ്ടിയിൽ സുഖമായി പോവാൻ. പെട്രോളിൻ്റെ ബില്ല് വരുമ്പോഴോ സന്തോഷം അങ്ങ് പോകും.
സുഖം മേടിക്കുമ്പോൾ സന്തോഷം അങ്ങ് പോകും. ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കഴിക്കുന്നു, എന്തിനാ? ഒരു സുഖം. ബില്ല് കൊടുക്കാൻ പോകുമ്പോൾ ഷൂ, ഉള്ള സന്തോഷം അവിടെ പോയി. ഇതല്ലേ സംഭവിക്കുന്നത്? ഇത്രയും അല്ലേ ഐശ്വർണോ? ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും. അന്ന് പറഞ്ഞു നോക്കി, എല്ലാവരും ഐശ്വറിനോ പറഞ്ഞു നോക്കി. നോ, ഇല്ലില്ല, അങ്ങനെയൊന്നും സംഭവിക്കാറില്ല ഞങ്ങൾക്കാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ വ്യത്യസ്തരായ ആളാണെങ്കിൽ ഓക്കെ. അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഞാൻ കൂടുതലായിട്ടും പറഞ്ഞത്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എപ്പോഴാണ് നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് ചിരിച്ചിട്ടുള്ളത് എന്ന് ഓർമ്മയുണ്ട്? രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം ഒറ്റയ്ക്കിരുന്നു കൊണ്ട് എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചിട്ടില്ലേ? എത്രയോ ദിവസങ്ങൾ കണ്ണുനീരിൽ വാർത്തിട്ടില്ലേ? എന്താണ് ഞാൻ ഇങ്ങനെ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന്? ആരോടും പറയാൻ പറ്റാത്തൊരു ഭാരം നമ്മുടെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. പുറമേ കാണുമ്പോഴൊക്കെ ശക്തനായ ഒരു മനുഷ്യനായി അനുഭവിക്കുന്നു, പക്ഷെ ഉള്ളിൽ തകർന്ന ആ ഒരാളുണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ കാര്യമെന്ന് പറയുന്നത്. ഒരുപാട് വിഷയങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാൾ ഓരോ ദിവസവും അല്പാൽപമായി മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുക. ഇന്ന് എന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് കേൾക്കുന്ന പലരും ജീവിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് അത് അംഗീകരിക്കും? യൂട്യൂബിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ഫേസ്ബുക്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരോടുമുള്ള ചോദ്യമാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ വെറും സർവൈവൽ മാത്രമാണോ? രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരികെ വരുന്നു, ഫോൺ നോക്കുന്നു, ടി വി നോക്കുന്നു, ഉറങ്ങുന്നു, പിറ്റേ ദിവസം വീണ്ടും അതുപോലെ യാന്ത്രികമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ ജീവിതത്തിലെ അർത്ഥം? ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു സമാധാനവുമില്ല. ഇത് അനുഭവിക്കുന്നവരല്ലേ നിങ്ങൾ? നോക്കൂ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം അവൻ്റെ പരാജയമല്ല, അവൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അറിയാതെ പോയതാണ് എന്നതാണ്, അല്ലെങ്കിൽ അറിയാതെ അവൻ ജീവിച്ചതാണ് എന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കഥയല്ല, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ഒരു സന്ദർഭമുണ്ട്. അത് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്ന് പറഞ്ഞു പോവാം. ശ്രീകൃഷ്ണൻ 16-ാമത്തെ വയസ്സ് വരെ ഇങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് ഓടക്കുഴൽ മൂതി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ്. എല്ലാം സന്തോഷകരമായ ജീവിതം. സഖിമാരൊത്തും പശുക്കളൊത്തും ഓടക്കുഴലും അങ്ങനെ അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന ആളാണ്. ഒരു ദിവസം ഒരു അവിടുന്ന് ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. കയറി അവിടെ ഇരുന്ന് മരത്തിൻ്റെ അടിയിൽ നിന്ന് കുറേ നേരം ഇരുന്ന് ആലോചിച്ചു, എന്താണ് ഞാനിവിടെ അവതരിക്കാൻ കാരണം, ഞാനിവിടെ ജനിക്കാൻ കാരണം? അവതാരം ശ്രീകൃഷ്ണൻ നോർമലായിട്ടുള്ള ഒരു മനുഷ്യനാണ് അന്നത്തെ അവസ്ഥയിൽ. അപ്പോൾ എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്? എന്താണ് ഇങ്ങനെ ആടിപ്പാടി നടക്കാനാണോ എൻ്റെ ഉദ്ദേശം? എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് ജനിച്ച് വന്നത് എന്നുള്ള ചിന്ത കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. അങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിച്ചപ്പോഴേ കൃത്യമായി പുള്ളിക്ക് മനസ്സിലായി, ഇന്നൊരു പർപ്പസാണ് എനിക്കുള്ളത്. ഞാൻ ഇവിടെ അല്ല എൻ്റെ ശരിയായ കർത്തവ്യം നിറവേറ്റേണ്ടത്. ഞാൻ കൗരവരുടെയും പാണ്ഡവരുടെ ഇടയിലാണ് എൻ്റെ യഥാർത്ഥ കർത്തവ്യം ഉള്ളത് എന്ന് ആ ബോധോദയം, അല്ലെ അതിന് പറയും ബോധോദയം, ആ ബോധോദയം ഉണ്ടാവുകയും തിരിച്ച് ആ കുന്നിറങ്ങി വന്ന് വീട്ടുകാരോടും നാട്ടുകാരോടും പറഞ്ഞു, ഞാനിതാ പോകുന്നു, തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല, എൻ്റെ പർപ്പസ് എന്നതാണെന്ന് ഞാൻ കണ്ടെത്തി.
എൻ്റെ പർപ്പസ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു. അതിനുശേഷമാണ് ഈ കണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായതും ശ്രീകൃഷ്ണൻ ഭഗവാനായി മാറിയതും എന്നാണ് കൃഷ്ണാവതാരത്തിലെ ഒരു കഥ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു മൊമെന്റ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? എന്തിനാണ് നിങ്ങളുടെ ജനനം? എന്തിനാണ് നമ്മൾ ജനിച്ചത്? എന്താണ് നമ്മൾ ചെയ്തു പോകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു, ആന്തരികമായ ജീവിതത്തിനപ്പുറത്തേക്ക് ദർ ഇസ് എ പർപ്പസ് ഓഫ് അവർ ലൈഫ്, ഒരു ക്ലാരിറ്റി. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ നടക്കാൻ പോകും പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ്, അതും കൂടി പറഞ്ഞു വെക്കാം. എൻ്റെ ഒരു പരിചയക്കാരനുണ്ടായിരുന്നു, ഇവിടെ അബുദാബിയിലാണ്. ഞാൻ കുറേ വർഷം ഒന്നിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ കണ്ട് നല്ല പരിചയം, സംസാരിച്ചുകൊണ്ട്. ഒരു 4-5 വർഷമായി ആളെ കാണാത്ത. അപ്പം ഞാൻ പിന്നെ ഈ തിരക്കിൽപ്പെട്ട വല്ലതിലും പോയപ്പോൾ ഞാൻ മറന്നുപോയി. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരെയും പരിചയമുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എടേ ഇപ്പം അവനെ കാണാനേ ഇല്ലല്ലോ, നാട്ടിൽ സെറ്റിലായോ ആളെന്ന്. ഏകദേശം എൻ്റെ പ്രായമുള്ളൂ, ഞങ്ങളൊക്കെ സെയിം സമയപ്രായക്കാരാണ്. പെട്ടെന്നാണ് പറയുന്നത്, അവൻ 2 ദിവസം മുമ്പ് ഒരു ദിവസം പോയി. എന്നെ ഞെട്ടിച്ച് പോയതില്ല, എന്നെ ഞെട്ടിച്ചൊരു കാര്യം, 2 പിഞ്ചു കുട്ടികളായിരുന്നു. കുറേ ലേറ്റായിട്ട് മാരേജായും ലേറ്റായിട്ട് കുട്ടികളാവുകയും ചെയ്തു. കുറേ കടങ്ങൾ മാത്രം. നല്ല ബിസിനസ്സൊക്കെ ചെയ്തിരുന്നു, ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ടായി. എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും, ഓ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നേ, അതിലെന്തിരിക്കുന്നു, വേണ്ടതൊക്കെ ആ സമയത്ത് ഉണ്ടാക്കാം, സമയമുണ്ടല്ലോ ഇനിയും കുറേയില്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ തമാശ പറയും, ഞാൻ എപ്പോഴും പറയും, ഞാൻ 78 പോകട്ടോ. ഞാൻ എപ്പോഴൊന്നും പോയി, എനിക്ക് ഒരുപാട് പരിപാടിയുണ്ട്, മക്കളൊക്കെ വളർത്തണം, അവർക്ക് വേണ്ടി സാധനം ഉണ്ടാക്കണം എന്നുള്ള എപ്പോഴും പ്രതീക്ഷകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അവസാനം പോകുമ്പോൾ കുടുംബത്തിന് കടങ്ങളും ബാധ്യതകളും മാത്രം. അതുവരെ ഒന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ സത്യം. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ജീവിതം നമ്മൾ വിചാരിക്കും, 2 തരത്തിലാണ് വിചാരിക്കുക. ഒന്ന് ചോദിക്കുക, എപ്പോൾ വേണമെങ്കിൽ ഞാൻ തീർന്നു പോകാം. മറ്റൊരാൾ വിചാരിക്കും, ഇനിയും സമയമുണ്ട്, ഞാൻ ആരോഗ്യവാനാണ്. ആരും തീരുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് കണ്ടെത്തണം, ഒരു ലക്ഷ്യമുണ്ടാവണം, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം ഒരു വ്യക്തത ഉണ്ടാവണം ജീവിതത്തിൽ. സമ്പാദിക്കുന്നതൊക്കെ എത്ര സമ്പാദിച്ചു എന്നതൊക്കെ രണ്ടാമത്തെ വിഷയങ്ങളാണ്. പക്ഷേ ഒരു വ്യക്തത വേണം. വ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ, യെസ്, വ്യക്തത ഇല്ലാതിരിക്കുമ്പോഴാണ് യഥാർത്ഥ വിഷയം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടത്? എവിടെയാണ് എനിക്കിത് നഷ്ടപ്പെട്ടു പോയത്? ഇതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യണം. ജീവിതം നിങ്ങൾ ആരെയും വഞ്ചിച്ചത് കൊണ്ടോ നിങ്ങൾ ആരെയും വഞ്ചിച്ചത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. വർഷങ്ങളായി നിങ്ങൾ നിങ്ങളെ തന്നെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? എത്ര കാലമായി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്? നിങ്ങൾ വർഷങ്ങളായി നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാത്തുള്ള ജീവിതമായിരുന്നു. നിങ്ങൾ ആർക്കോ വേണ്ടി, ആർക്കോ എന്ന് പറയുന്നില്ല, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി ജീവിച്ചു. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? അതെന്താ അല്ലേ? അവരെൻ്റെതല്ലേ, പിന്നെന്തിനാ അവർക്ക് വേണ്ടി ജീവിച്ചാൽ പോരെ? അപ്പോൾ ഈ മനസ്സിൽ ഇപ്പോൾ തങ്ങുന്ന വേദന അവർ തന്നതാണോ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അത് അവർ തന്നാണല്ലേ. അപ്പം നിങ്ങൾ അവർക്ക് നൽകിയതിന് പകരം അവർ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടാവുമല്ലോ. ഇത് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിന് റെസ്റ്റ് കൊടുക്കാത്തിടത്തോളം കാലം, നമ്മുടെ ആത്മാവിൻ്റെ കരച്ചിൽ കേൾക്കാത്തിടത്തോളം കാലം നിങ്ങൾ തകരുക തന്നെ ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇന്നെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങളുടെ ആത്മാവിനകത്തു നിന്നുള്ള ആ കരച്ചിൽ എന്തായാലും.
നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാലസിൽ പോലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല എന്നറിയുക. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? ഇമോഷണലി ആൾക്കാർ നമ്പായി മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് സന്തോഷം ഫീൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ന്യൂറോ സയൻസ് ഒക്കെ പഠിച്ചു വരും, നിങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്ന റിസർച്ചുകളാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനും ഡ്രഗ്സിൻ്റെ അഡിക്ഷനും ആങ്സൈറ്റിയുടെയും ഗിൽറ്റിയുടെയും റിജക്ഷൻ്റെയും സ്ട്രെസ്സിൻ്റെയും ഫിയറിൻ്റെയും ഓരോ ദിവസങ്ങൾ അനുഭവിച്ച് ടയേർഡായി നമ്മുടെ നെർവസ് സിസ്റ്റം മുഴുവൻ കൊളാപ്സായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയുള്ളവർ ഒരിക്കലും ചിരിച്ചാൽ പോലും ഒരു ഒറിജിനൽ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് വിഷയമുണ്ടെങ്കിലും ആത്മാർത്ഥമായി ഒന്ന് ചിരിച്ചോളൂ, എല്ലാത്തിനും പരിഹാരം അതിലൂടെ ഉണ്ടാവും. പലരും ജീവിച്ചിരിക്കുന്നുണ്ട്, എന്തുകൊണ്ടെന്ന് ഒരു പാഷനുമില്ല, ലക്ഷ്യമില്ല, വെറുതെ ജീവിക്കുകയാണ്. ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നു, അതിലൂടെ ടെമ്പററി ആയിട്ടുള്ള റിലാക്സ് റിലീഫ് മാത്രം ഉണ്ടാകുന്നു, ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. ഈ കഥയാണ് എനിക്ക് ജേർണി ടു ഹാപ്പിനെസ്സിൽ പങ്കെടുത്തവരെ കൊണ്ട് പറയാനുള്ളതും ഇനി പങ്കെടുക്കാൻ പോകുന്നവർക്ക് പറയാനുള്ളതും. ഞാനൊരു മോട്ടിവേഷൻ നടത്താനൊന്നും ഒരു കോഴ്സ് നടത്താറില്ല. നമ്മുടെ ഓരോ കോഴ്സുകളും ട്രാൻസ്ഫോർമേഷനാണ്. എവിടെ? സബ് കോൺഷ്യസ് മൈൻഡിലേക്കും ഇമോഷനിലേക്കും വൈബ്രേഷനിലും കോൺഷ്യസ്നെസ്, ഫിസിക്കൽ കോൺഷ്യസ്നെസ്സും ഇമോഷണൽ കോൺഷ്യസ്നെസ്സും സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സും ആഡ് ചെയ്തുകൊണ്ട് അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ഡീപ്പറായിട്ടുള്ള ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷെ അത് തിങ്ക് ചെയ്തുകൊണ്ടത് മാറ്റം ഉണ്ടാവണമെങ്കിൽ അകത്തിത് മാറ്റപ്പെടുത്തണം. റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് അനുഭവിക്കുന്നവരാണ് ജേർണി ടു ഹാപ്പിനെസ്സിൽ പങ്കെടുത്ത് പുറത്തു പോയവർ. അവർ തന്നെ ഇപ്പോൾ അനുഭവം നിങ്ങളോട് പറയും. എല്ലാവരുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പറയും, ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോഴ്സുകളിലൊന്നാണിത്. ജീവിതം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊരു പുതിയ ജീവിതമൊന്നും തേടി നടക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ആ ഉള്ള മനസ്സിനെ ഒന്ന് പുതുക്കാൻ തയ്യാറായാൽ മതി. ഉള്ള മനസ്സിനെ ഒന്ന് പുതുക്കിയെടുത്താൽ അത് മാത്രം മതി. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഓ എനിക്ക് ഇത്രയൊക്കെ വയസ്സായി, ഇനി എനിക്ക് മാറാൻ പറ്റുമോ? പറ്റും, വളരെ സിമ്പിളാണ്. 60, 65, 70 വയസ്സായ ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര കാലം ശ്വസിക്കാൻ പറ്റുന്നുവോ, എത്ര കാലം ദൈവം നിങ്ങളെ കൈവിടില്ല എന്ന് അല്ല, ദൈവം നിങ്ങളെ കൂടെ നിർത്തുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, അത്രയും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് പറ്റും. അത്രയും നന്നായി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ജേർണി ടു ഹാപ്പിനെസ്സിൽ വെച്ച് നിങ്ങളുടെ മൈൻഡിനെ അങ്ങ് എടുത്തു കറിയല്ല ചെയ്യുന്നത്, മനസ്സിനെ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടാത്ത ഇമോഷൻസിനെ ഹീൽ ചെയ്ത് പുറത്ത് കളയുക, ഭയങ്ങളെ നശിപ്പിക്കുക, റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. സ്വയം മൂല്യമുണ്ടാക്കി മാറ്റുന്ന ഒരാളായി മാറും. നിങ്ങൾക്കൊരു മൂല്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ നല്ലൊരു മൂല്യമുണ്ട്, പക്ഷെ അത് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മൂല്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുവോ, അന്ന് ജീവിതം മാറും, ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാവും. എത്രയോ ആൾക്കാർ ഇപ്പോൾ നേരത്തെ ഇന്നലെ പറഞ്ഞ ഒരു സംഭവമാണ്, അതും കൂടി ഇപ്പോൾ ഇത് പറയാം. സാറേ, ഞാൻ ക്ലാസ്സിൽ വരുന്ന സമയത്ത് സാറിനുമായിട്ട് 1 to 1 എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പെട്ടിക്കടയിലായിരുന്നു എൻ്റെ കട. പെട്ടിക്കടയല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ള ഒരു തയ്യൽ മിഷൻ, അത്രയേ ഉള്ളവർക്ക്. സാറിൻ്റെ ക്ലാസ് ഒരുപാട് ക്ലാസ്സിലൊന്നും പങ്കെടുത്തില്ല, ഒറ്റ ക്ലാസ്സിൽ മാത്രമേ ഒരു കോഴ്സിൽ മാത്രമേ ഇട്ടു, ബാക്കി സമയം കിട്ടിയില്ല. ബാക്കി എല്ലാ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നിരുന്നു. ഇന്നലെ അവർ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ ഷോപ്പ് ഒരു ഡെയിലി 2000, 3000, 5000 രൂപ വരുമാനമുള്ള ഒരാളായി മാറിയിരിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നതാണ് ഒരു ദിവസം 1 to 1 എടുത്ത് സംസാരിച്ചു വന്നത്. എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിൽ ഞാനൊരു കാരണം മാത്രമാണ്, പക്ഷേ അവരത് പ്രാക്ടീസ് ചെയ്തു, അവർക്ക് മാറി. നിങ്ങൾക്കും വേണ്ടേ അങ്ങനെ ഒരു മാറ്റം? നിങ്ങൾക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹമില്ലേ? എല്ലാവർക്കും ഉണ്ടാവും. കാരണം ജീവിതത്തിൽ നല്ലതാണ്, മാറണമെന്ന് ചിന്തിക്കുന്നവരും എല്ലാവരും എൻ്റെ സഹോദരന്മാർ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ, അല്ലെങ്കിൽ ആ ഉള്ള മനസ്സിനെ ഒന്ന് പുതുക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി.
നോക്കൂ, മനുഷ്യന്റെ ജീവിതം മാറുന്നത് അവൻ്റെ വരുമാനം കൂടുമ്പോൾ മാത്രമല്ല, അവൻ്റെ ബോധതലം ഉയരുമ്പോഴാണ്. ദ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ബോധതലം ഉയരുമ്പോഴാണ് അവൻ്റെ ജീവിത നിലവാരം മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ ശരിക്കും ജീവിതം ഒന്ന് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ വഴി വെച്ച് നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും അല്ലെ, അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, അതെവിടെയോ കളഞ്ഞു പോയതാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? രാത്രിയിൽ സമാധാനത്തോടു കൂടി ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം ഇവിടെ അനുഭവിച്ചവൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് യഥാർത്ഥ നിങ്ങളുമായിട്ടൊരു സ്നേഹ സംഭാഷണം, സ്നേഹം അനുഭവിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ഇപ്പോൾ എന്തൊരു മാറ്റാന്ന് ഇവർക്ക് ഉണ്ടായത് എന്ന് അല്ല, അതെങ്കിലും പറയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അത് വെറും ഒരു ചെറിയ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ പറയുന്നതിൽ വലിയ കാര്യം ഞാൻ കൊടുക്കുന്നില്ല. പക്ഷേ നമുക്കിങ്ങനെ ആഹാ എന്ന് പറയുന്നത് പറന്ന് നടക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റണം. അതിനുള്ള കോഴ്സാണ് ജേണി ടു ഹാപ്പിനെസ്. കയറി വരിക. ഇപ്പോൾ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്രാവശ്യം ജേണി ടു ഹാപ്പിനെസ് ഓൾറെഡി നമുക്കുള്ള ക്ലാസ്സാണ്. പക്ഷേ ഇത്തവണ ഞാൻ അതിൻ്റെ രണ്ടാമത്തെ വേർഷൻ കൂടി, അപ്ഡേറ്റഡ് വേർഷൻ കൂടി ലൈവായിട്ട് എടുക്കുന്നുണ്ട്. അടുത്ത, അതായത് 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്. അതിന് വേണ്ടി വേറെ ഒരു ക്ലാസ്സും ഞാൻ എടുക്കില്ല. ഇപ്പോൾ ഉള്ള അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ 3 ദിവസമുണ്ട്. ബാക്കി എല്ലാ ദിവസവും ജേണി ടു ഹാപ്പിനെസ് ക്ലാസ് ലൈവ്. ഈ എല്ലാ ദിവസവും 8:30 മണി തൊട്ട് രാത്രി 9:30 മണി വരെ, 10 മണി വരെയുള്ള സമയത്ത് ജേണി ടു ഹാപ്പിനെസ് ലൈവായിട്ട് ഇതുപോലെ ഇരുന്ന് പഠിപ്പിച്ചു തരും. എന്നിട്ട് അതിൻ്റെ റെക്കോർഡിങ് തരും. ഓൾറെഡി ആപ്പിലുണ്ട്. അത് നോർമലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതും 2 ക്ലാസ് എന്ന് വെച്ചാൽ പ്യൂർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നടത്തണം. ഇരുത്തി പറഞ്ഞു തരുന്ന 1.5 മണിക്കൂർ 2 നേരത്തെ മണിക്കൂറോ സെഷൻ ബൈ സെഷൻ ആയിട്ട് ലൈവ് ക്ലാസ് ആണ് തരാൻ പോകുന്നത്. അത് ഭാഗ്യമാണ്. അടുത്ത ഇത് ലൈവ് ആക്കി അടുത്ത പ്രാവശ്യം റെക്കോർഡഡ് ആയിരിക്കും. ലൈവ് ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ നേരിട്ട് വൈകുന്നേരം 8:30 മണി തൊട്ട് 9:30 മണി വരെയുള്ള സമയത്ത് തരാൻ പോവുകയാണ്. താല്പര്യമുള്ളവർ ഇപ്പോൾ ജോയിൻ ചെയ്യുക. ജേണി ടു ഹാപ്പിനെസ്സിൻ്റെ കോഴ്സിൻ്റെ ഫീസ് എപ്പോഴും നിങ്ങൾ എത്ര 1,00,000 രൂപ കൊടുത്താലും നിങ്ങൾക്കതിൽ വാല്യൂ കുറയില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഫീസ് ഞാൻ എപ്പോഴും അറിയാറുണ്ടല്ലോ, അതുപോലെ തന്നെ പണ്ടേ ഉള്ള ശീലം നമുക്ക് മാറ്റാൻ പറ്റില്ല. പലപ്പോഴും ഫീസ് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഉള്ള നമ്മുടെ ശീലം. പലപ്പോഴും ഞാൻ വിചാരിക്കുക അതല്ല, മാറ്റിക്കളയാം. അക്കൗണ്ട്സ് എന്ന് പറയും, അഡ്മിന്മാർ പറയും, എല്ലാവരും പറയും സാറേ ഫീസ് നമുക്ക് ഫിക്സ് ചെയ്യാം, നമുക്ക് പറയാം. പക്ഷേ എനിക്കിവിടെ എത്തുമ്പോൾ ഫീസ് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയും. എന്തായാലും നല്ല ഫീസ് തന്നെ തരണം. അത്രയും വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഞാനത് നടത്തുന്നത്. പക്ഷെ ഒരു കാര്യം വീണ്ടും പറയുന്നു, ആത്മാർത്ഥമായി പറഞ്ഞു, നിങ്ങളെ ആത്മാർത്ഥമായി മാറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ആത്മാർത്ഥമായി മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കയറി വരിക. ഞാൻ 1-2 ആൾക്കാർ അനുഭവം കൂടി പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആരാണ് സംസാരിക്കുന്നത്? തൊട്ട് ക്ലാസ് ജോയിൻ ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ. ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ റിസൾട്ടുകളാണ് പറയാനുള്ളത്. നിഷ സിംഗ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റുഡൻ്റാണ്. വന്നോ? ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ഡ്യൂട്ടിയിലാണോ? സാർ ഡ്യൂട്ടിയാണ്, ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയേ. അല്ല, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല സാർ. ഓക്കെ, ശരി, പറഞ്ഞു. ഓക്കെ. നമസ്തേ സാർ. സാർ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം സാർ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സ് എല്ലാം എനിക്ക് തോന്നുന്നു 1.5 വർഷം മുന്നേ ഉള്ള എൻ്റെ സ്റ്റേജിനെ പറ്റിയാ പറഞ്ഞതെന്ന് എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തു. ഒരു December 24 ഞാൻ സാറിനെ പരിചയപ്പെട്ടത്. അന്നേരമാണ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറിന് അന്നെന്ന് പറഞ്ഞ സാർ ഈ പറഞ്ഞ ഒരു പ്രതീക്ഷയില്ലാത്തൊരു ലൈഫായിരുന്നു എൻ്റെ. കാരണം നെഗറ്റീവ് ചിന്ത മാത്രമായിട്ടിരിക്കുക ഞാൻ. എനിക്കൊരു ആത്മവിശ്വാസം എന്നിലില്ല, എനിക്കൊന്നും കഴിയില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്നുള്ള സ്ഥിരം വിചാരിച്ച് ഞാൻ എന്നെ തന്നെ താത്തിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇന്ന് സാർ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ച ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റം വരുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. സാർ എന്നോട് ആദ്യം പറഞ്ഞാണ് ജേണി ടു ഹാപ്പിനെസ് എന്ന കോഴ്സ് എടുക്കാൻ. അതായിരുന്നു ഞാൻ ആദ്യം കോഴ്സ് എടുത്തത്. ആ കോഴ്സും ആ ക്ലാസ് എനിക്ക് വന്ന മാറ്റം സാർ എങ്ങനെ പറയണം എന്നാണ്. കാരണം ഓരോ പ്രാവശ്യം ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോഴും ആ ബുക്ക് പല പ്രാവശ്യം ഞാൻ വായിച്ചു. ഒത്തിരി പ്രാവശ്യം ഞാൻ വായിക്കുമ്പോഴും ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് വേറെ വേറെ അർത്ഥങ്ങളാണ് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ കോഴ്സും കുറേ
പഠിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചറിവുകൾ കൂടുതൽ എനിക്കുണ്ടായി സാർ. അത് എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാനും എന്നിലേക്ക് എൻ്റെ ഉള്ളിലെ വേദനയും ദേഷ്യവും സങ്കടവും പ്രശ്നങ്ങൾ എന്താണ് ഉണ്ടെന്നും അതിന് കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റി സാർ. എൻ്റെ കഴിവുകളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നേരിടാൻ കഴിയുമെന്ന് ഇപ്പം എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. മനസ്സിലെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ മാലിന്യങ്ങൾ നമുക്ക് മനസ്സിലും ഉണ്ടെന്നുള്ളത് എനിക്ക് കോഴ്സിലൂടെയാണ് മനസ്സിലായത്. മാലിന്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലുള്ള ഡസ്റ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ മാലിന്യങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്ത് മൊത്തം മാലിന്യങ്ങൾ എനിക്ക് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് അന്നേരം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ 10 മാലിന്യങ്ങൾ ഉണ്ട് എന്ന് എന്നോട് ഏറ്റു പറഞ്ഞാണ് സാറേ, ഈ 10 എന്നിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോന്ന് പഠിച്ചു സാർ. അതെനിക്ക് ഇപ്പം ഈവൻ മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കത് ഉൾക്കൊള്ളാൻ അങ്ങനെ പറ്റില്ലായിരുന്നു. കാരണം എനിക്കെന്താ എൻ്റെ ലൈഫിൽ ഇതില്ലാത്ത എന്നുള്ളൊരു ചിന്തയായിരുന്നു. ദേഷ്യം ഭയങ്കര. ഇപ്പം ഇന്ന് സാർ എനിക്ക് ദേഷ്യം ഇല്ല, എനിക്ക് പറ്റുന്നുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ എനിക്ക് കൂടുതൽ പങ്കെടുക്കാൻ അവരുടെ കൂടെ ഞാൻ നിന്ന് അവരുടെ സന്തോഷത്തിലെല്ലാം സ്നേഹത്തോടെ സന്തോഷം പെരുമാറുന്നു. ഈ എല്ലാ കാര്യത്തിനും പിന്നിൽ ഞാൻ നിൽക്കുമായിരുന്നു. കാരണം മാറി കാരണം എനിക്ക് കഴിവില്ലാത്ത ഒരാളാണല്ലോ എന്നുള്ള ചിന്തയിൽ ഞാൻ എപ്പോഴും പുറകിലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എല്ലാ കാര്യത്തിനും മുന്നോട്ട് നിൽക്കുക ചെയ്യുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൽ അതൊരു മാറ്റം ഉണ്ടാക്കി. പിന്നെ എന്തിനും കാരണം എനിക്ക് ഭയങ്കര ധൈര്യമാണ് സാർ എന്ത് വന്നാലും ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ വാല്യൂ തിരിച്ചറിയാൻ പറ്റുന്നു. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് എല്ലാ മാറ്റങ്ങളും എൻ്റെ ഫാമിലിയിൽ മാറ്റം ഉണ്ടായി. മൊത്തത്തിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാം സാർ, എൻ്റെ ജീവിതം മാറി, ഞാൻ മാറി. എനിക്ക് സന്തോഷത്തോടെ തന്നെ എല്ലാത്തിനും അതിനെനിക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച വീട് കിട്ടി, ആഗ്രഹിച്ച രീതിയിൽ മകൾക്ക് സ്വന്തം അവിടെ തന്നെ അതേ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, ഭർത്താവിന് സന്തോഷം, സാമ്പത്തികമായിട്ടും കാര്യങ്ങൾ എല്ലാത്തിലും സന്തോഷം. എന്തൊക്കെ ആഗ്രഹിച്ചു അതെല്ലാം. ഒരു ലക്ഷ്യം എനിക്ക് ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഉണ്ടാക്കി ഞാൻ എന്ത് വിചാരിച്ച നടക്കില്ല എന്നായിരുന്നു. സാർ പറഞ്ഞ ഗോൾ സെറ്റിങ്ങിലൂടെയും വിഷൻ ബോർഡിലൂടെയും എല്ലാം സാർ ഒക്കെ ഞാൻ ഇതാക്കി എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റി. ഇന്ന് സന്തോഷം. ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട് സാർ. അത് കാരണം അത് ഭയങ്കരമായിട്ടൊരു എല്ലാ ഇത് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം പഠിക്കുമ്പോൾ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നത്, പുതിയതായിട്ട് വീണ്ടും അതിനകത്ത് അറിവ് വരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ മാറിയതിന് സാർ, കോഴ്സിന് പ്രത്യേകിച്ച് സാറിന് ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും നിഷ സിംഗ് ഫ്യൂച്ചറിൽ നിന്ന് ഓടിച്ചാടി വരും. അതിരെ സംസാരിച്ചോളൂ. യെസ് അതിര. താങ്ക് യു വെരി മച്ച്. ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു ദിവസം അനുഗ്രഹിച്ചെന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുന്നു. തന്റെ ക്ലാസ് ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് പൂർത്തിയാക്കിയ ഒരാളാണ് ഞാൻ. പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും സാറിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ടു ഹാപ്പിനെസ്സിന്റെ പ്രാക്ടീസിൽ എന്നും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. സാറിന്റെ ക്ലാസ് വരുന്നതിന് മുന്നേ നിഷ സിംഗ് മാം പറഞ്ഞതുപോലെ ജീവിതത്തിൽ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായാലും ഇപ്പോഴും ആരോഗ്യത്തിനുണ്ട്. പക്ഷെ എപ്പോഴും അത് എങ്ങനെ നേരിടണം, എങ്ങനെയാണ് മനസ്സുകൊണ്ട് പാകപ്പെടുത്തി അതിനെ മുന്നോട്ട് കൊണ്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന നല്ലൊരു ക്ലാസ്സാണ്, നല്ലൊരു കോഴ്സായിരുന്നു സാറിന്റെ ജേർണി ടു ഹാപ്പിനെസ്. അതോടൊപ്പം തന്നെ ഗോൾസ് സെറ്റ് ചെയ്യാൻ, ഗോൾ സെറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ആ കോഴ്സിൽ തന്നെ ഓരോരോ സെക്ഷൻസ് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാറിന്റെ പിന്നീട് സാർ അതിനെ ഓരോ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് തരുന്നുണ്ടായിരുന്നു. ആദ്യമേ മനസ്സിലാക്കിയത് മനസ്സിനെ നമ്മൾ മാറണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത് എന്ന് നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എനിക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. ആത്മവിശ്വാസം കൂട്ടാനും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തി. അതുപോലെ തന്നെ സാറിന്റെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ള പീസ് ആയിട്ടുള്ള ഫർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒക്കെ പവർ എന്ന് പറയുന്നത് സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ആ കോഴ്സിൽ വന്ന് അത് പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ജീവിതത്തിൽ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലിവ് അറ്റ് പ്രസന്റ്, അഫർമേഷൻസ് നമുക്ക് മെഡിറ്റേഷൻ ക്ലാസ് തരുന്നുണ്ടെങ്കിൽ അഫർമേഷൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് ഈ ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഗോൾസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും മിഷൻ ബോർഡിൽ ഞാൻ സെറ്റ് ചെയ്ത മിക്കവാറും ഉള്ള എൻ്റെ എല്ലാ ഗോൾസും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അത് എൻ്റെ മനസ്സിനെ ഞാൻ അതിലൂടെ മാറ്റപ്പെടുത്തിയെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് അസുഖമാണ്, അല്ലെങ്കിൽ ഞാനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളാണ് എങ്കിലും ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും
എനിക്ക് അതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. വളരെ വിജയകരമായിട്ട് എനിക്ക് ട്യൂഷൻ സെന്റർ കൊണ്ടുപോകാനും അതുപോലെ തന്നെ മറ്റൊരു ജോലിയായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഏത് രീതിയിൽ ഇതിനെ മാറ്റപ്പെടുത്തിയെടുക്കണമെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുപോലെ മൈൻഡിന്റെ റീപ്രോഗ്രാമിങ്ങിന്റെ സാറിന്റെ കോഴ്സുകളിലെല്ലാം ഇപ്പോഴും ഞാൻ ജോയിൻ ചെയ്യുന്നതിന്റെ കാര്യം, ജോയിൻ ചെയ്താൽ മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യാൻ കൂടി നമ്മൾ വേണം. കോഴ്സിൽ ചേർന്നിട്ട് സാർ പറയുന്ന ഓരോ ടാസ്കുകളായാലും അത് ചെയ്യുകയും, ഇപ്പോൾ നമുക്ക് സാറ് അത് ഓരോ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിലൊക്കെ നമുക്ക് ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി തരുന്നുണ്ട്. മറ്റെങ്ങും ഞാൻ ഇതുപോലുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും, ഞാൻ യൂട്യൂബ് ക്ലാസ്സൊക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി സാറിന്റെ ക്ലാസ്സിൽ സാറ് തരുന്ന ഈ ഒരു ഡെഡിക്കേഷൻ, അത് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റപ്പെടുത്തി എടുക്കുന്നു, എത്രത്തോളം നമ്മുടെ ലൈഫ് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കുമെന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സാറിനോടൊപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് ഹാപ്പിനെസ് മാസ്റ്റർക്കായാലും സാറിന്റെ ചാരിറ്റിയിലായാലും ചെയ്യാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കണ്ടു മാനിഫെസ്റ്റ് വെൽത്തി ലൈഫിന്റെ ക്ലാസ്സിലേക്ക് കയറി പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ പ്രീമിയം മെമ്പർഷിപ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു. പുസ്തക വായന ഞാൻ ഇപ്പോഴും തുടങ്ങും സാർ. എനിക്ക് വളരെ എനർജിയാണ് തരുന്നത്. നമ്മൾ ബുക്സ് റീഡിങ്ങിന്റെ ഒരു ഗ്രൂപ്പ് കൂടി തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ വായിച്ചിടുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് നടത്തുന്ന ഇൻസ്പിറേഷൻ, നിങ്ങൾക്ക് ലഭിക്കുന്ന മോട്ടിവേഷൻസ് അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ 1 crore ക്ലബ്ബും കൂടി ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാലും എന്താണെന്ന് വെച്ചാൽ അവിടെ എന്നെ സംബന്ധിച്ച്, എന്നെപ്പോലൊരു കോച്ചിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നേടുന്ന കാര്യം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഇതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആതിര വരുന്ന സമയത്ത് ഏത് രീതിയിലായിരുന്നു, ഏത് മാനസികാവസ്ഥയിലും ശാരീരികമായി മുഴുവൻ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ, മാനസികമായി ഒബ്വിയസ്ലി ആയിട്ടും ശാരീരികത്തിൽ പ്രശ്നം ഉണ്ടാവും, മാനസികമായിട്ട് പ്രശ്നം തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ വന്നത്. അന്ന് തന്നെ തീരുമാനിച്ചു, മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് എടുത്തു, അതുപോലെ ജേർണി ടു ഹാപ്പിനെസ് എടുത്തു. പിന്നെ അതൊക്കെ വലിയ അന്ന് 2 വർഷമായല്ലേ, 1.5 വർഷം മുമ്പേ. അന്നൊക്കെ വലിയ വാല്യൂ പേ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയോട്ടാണ് ഒറ്റയടിക്ക് തന്നെ ആതിര അന്ന് പേ ചെയ്ത്. പക്ഷേ അത് ഫുള്ളായി യൂസ് ചെയ്ത് എൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻസിൽ പെട്ടവരാണ് ഇവരൊക്കെ. അത്രയും നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാണുമ്പോൾ എനിക്കെന്താ ഗുണമെന്നറിയോ, അതിൻ്റെ അടുത്ത തലത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പോഴത്തെ പുതിയ ജേർണി ടു ഹാപ്പിനെസ്സിൽ ഫുള്ള് നിങ്ങളും കയറിയിരുന്നോളൂ കേട്ടോ. കാരണം മുമ്പേ പറഞ്ഞതിൻ്റെ അടുത്ത വേർഷനാണ് പറയുന്നത്, അപ്പർ വേർഷനാണ്. കുറച്ചും കൂടി സാധാരണക്കാരന് ഉൾക്കൊള്ളുകയും പക്ഷേ നമ്മുടെ ഡീപ്പറായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന കോഴ്സായിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ രണ്ടും ഉണ്ടാവും. ഇപ്പോൾ അതും പഠിക്കാം ഇതും പഠിക്കാം, രണ്ടും പഠിക്കുന്ന രീതിയിലാണ് പുതിയ കോഴ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഈ പുതിയ കോഴ്സ് തന്നെ കാര്യം വരുന്നത്, എന്തിനാണ് പുതിയ കോഴ്സ് എന്ന്. ഇതിപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് 2 വർഷം ആയല്ലോ അല്ലേ. അപ്പോൾ പിന്നെ അടുത്ത വേർഷൻ എഴുതണം. അപ്പോൾ എനിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എന്നെ തന്നെ ഒന്ന് ഉയർത്തുകയും വേണം. അപ്പോൾ എന്നെ സ്വയം ഉയർത്തുമ്പോൾ നിങ്ങളെയും കൂടെ തന്നെ കൊണ്ടുപോകാമെന്നുള്ളതാണ് പുതിയ വേർഷനിലേക്ക് വരുന്നുള്ളത്, പുതിയ കാര്യത്തിലേക്ക്. ഏതായാലും താങ്ക് യു ആതിര. ബി ദെയർ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്ക് എന്റെ ലൈഫ് മാറ്റിയ ഏറ്റവും വലിയൊരു കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ്. ശരിക്കും ഞാനിപ്പോ സാറ് അതൊരു കഥ പറഞ്ഞില്ലേ, ഒരു ആള് സാറിനെ വിളിക്കാൻ നേരത്ത് ഒരു കയറ് കെട്ടിയിട്ട് വിളിച്ച ഒരു അവസ്ഥ, ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ് കാണുന്നത്. അതിനു മുമ്പ് തന്നെ വേറെ മെന്റേഴ്സിന്റെ കോഴ്സിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ഡൗൺ ആയി മാറും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജേർണി ടു ഹാപ്പിനെസ്സിൽ വരുന്നത്. ജേർണി ടു ഹാപ്പിനെസ്സിൽ വന്ന് ആദ്യം ഒന്നും ക്ലാസ് കേൾക്കുമ്പോഴൊന്നും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. പിന്നെ ഞാൻ നോട്ട് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോഴാണ് ആതിരാമ്മ പറഞ്ഞതുപോലെ എന്റെ ഉള്ളിൽ മൊത്തം മാലിന്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായത്. പിന്നീട് ഓരോ ദിവസവും എഫേർട്ട് എടുത്ത് 2 മണിക്കൂർ 3 മണിക്കൂർ, ചിലപ്പോൾ ഞാൻ വെളുപ്പിനൊക്കെ എഴുന്നേറ്റിരുന്ന് ഓരോ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഇപ്പൊ ശരിക്കും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ യൂണിവേഴ്സ് ഇങ്ങനെ കൊണ്ടുതരുന്ന പോലെയാണ്. എനിക്ക് ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ അത്ര മാറ്റങ്ങളാണ് എന്നിലേക്ക് വന്നത്. കാരണം ജേർണി ടു ഹാപ്പിനെസ്സിലൂടെയാണ് സെൽഫ് ലവ്. മറ്റേത് എന്നെ കൊണ്ടൊന്നും കൂടെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയെന്ന് വരെ ഞാൻ ചിലപ്പോൾ എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കുന്നവരെ വളരെ നെഗറ്റീവായിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്തിനും വെറുതെ മറ്റുള്ളവർക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ജന്മമാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ണും പൂട്ടി പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന്. ആ ഒരു രീതിയിലേക്ക് വളർന്നത് ശരിക്കും ജേർണി ടു ഹാപ്പിനെസ് എന്ന കോഴ്സിലൂടെയാണ്. ഒരു 25,000 രൂപ, അതൊക്കെ ഒരു രൂപ എനിക്ക് മാക്സിമം 25 സാലറി ഒക്കെ അന്നേരം 25,000 ഒക്കെ കിട്ടുന്നത് കൊണ്ട്. പക്ഷെ ആ 25,000 കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് മുഴുവൻ അടിച്ച് മൊത്തം തീർന്നു പിന്നീട് മൊട്ടയടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതിനെ കുറിച്ച്, അതായത് വേറൊരു പൈസ നമുക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ അങ്ങനെ
5000 അല്ലെങ്കിൽ 10,000 രൂപ അതിനപ്പുറത്തേക്കൊക്കെ ഒരു ചിന്തിക്കുക എന്നെ കൊണ്ട് അപ്രാപ്യമാണ് സാർ. ഒരു പ്രാവശ്യം നമ്മളെ ക്ലാസ്സിൽ ഇതുപോലെ ലൈവ് ക്ലാസ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മളെ കൊണ്ട് ഒരു ഇത് ചെയ്യിപ്പിച്ചു, ഒരു മെഡിറ്റേഷൻ. നമ്മളൊരു മെഡിറ്റേഷൻ അല്ല, നമ്മളിങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യിപ്പിച്ചിരുന്നു. അപ്പൊ അന്ന് സാറ് പറഞ്ഞു നിങ്ങൾ മാക്സിമം ചിന്തിച്ച് ആ ഒരു ഫിഗറെ ചിന്തിച്ചോളാം. പക്ഷെ എനിക്കും എത്ര വന്നിട്ട് മാക്സിമം ഞാൻ ചിന്തിച്ചത് 10,000 രൂപയാണ്. പക്ഷെ അത് ഞാൻ ചിന്തിച്ച വഴിയിൽ എനിക്ക് കൃത്യമായിട്ട് ആ പൈസ പിറ്റേ ദിവസം ഞാൻ എങ്ങനെ കണ്ടു അതേപോലെ എനിക്ക് ആ പൈസ കിട്ടുകയാണ് ചെയ്തത്. അന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു മണി ബോൾ വലുതാക്കിക്കോണം, ഇങ്ങനെ പോയാൽ പോരാ, വലുതാക്കി ചിന്തിച്ചോളൂ. പക്ഷെ ഇപ്പൊ ഞാൻ 25,000 ഒക്കെ നമ്മൾ ശരിക്കും ഒരു ഞാനൊരു അഹങ്കാരത്തിന്റെ രീതിയിൽ പറയല്ല. നമ്മളിപ്പോ 25,000 എനിക്ക് 10-ാം തീയതി ഒരു 25,000 രൂപ വേണം എന്ന് വിചാരിച്ച 9-ാം തീയതി അത് എന്റെ അക്കൗണ്ടിൽ ഉണ്ടാവും. അത്ര രീതിയിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത്രയും എടുക്കാൻ പറ്റുന്നു. അതൊക്കെ ശരിക്കും അത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പോയതുകൊണ്ട് തന്നെയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് എനിക്ക് മാത്രമാണ് പ്രൊമോഷൻ കിട്ടാതിരിക്കുന്നത്, എനിക്ക് കൊടുത്ത ട്രാൻസ്ഫർ കിട്ടത്തില്ല, എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, മറ്റവർക്ക് മാത്രം കിട്ടുന്നു, അതാണ് ഇതാണ് എല്ലാ ദിവസവും പരാതിയായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറിക്കഴിഞ്ഞപ്പം ശരിക്കും എവിടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഉടനെ അടുത്ത ലിസ്റ്റ് വരുന്നു, ആ ലിസ്റ്റിൽ ഞാനുണ്ട്. അങ്ങനെ വരുന്നു. എനിക്ക് ഓർമ്മയുള്ളത് ആദ്യം ശില്പ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോഴേ ശില്പ അങ്ങനെയൊക്കെ സംഭവിക്കും, അത് വെറുതെ അല്ലേ സാറേ, എങ്ങനെയൊന്നും ഇല്ലല്ലോ സാറേ. എന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞു വെച്ചാൽ എന്നിൽ ഒരു മാലിന്യം ഇല്ല, ഇതേപോലെ വന്നിട്ട് എന്നിൽ ഒരു മാലിന്യം ഇല്ല സാറേ, ഈ 10-ൽ-1 എൻ്റെ ഇല്ല, ഇതെല്ലാം ഞാൻ ക്ലീൻ ആണെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചിരിച്ച് തള്ളി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയുന്നു സാറേ ഒരു കാര്യം പറയാണ്ടത്, ഈ 10 എന്നിലുണ്ട് കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെയാണ് ഈ പറഞ്ഞ മണി ബോളൊക്കെ കൂട്ടി ഇന്ന് ഇത്രയും സുഖമായിട്ട് സന്തോഷമായിട്ട് നടന്നു പോകുന്നത്. അത് നിങ്ങൾ പക്ഷെ ഞാൻ പറയും നന്നായി പ്രാക്ടീസ് ചെയ്തോ. 2 മണിക്ക് എനിക്കൊന്ന് 3:30 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത്രയും പ്രാക്ടീസ് ചെയ്ത്. പക്ഷെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കിട്ടില്ല. എത്ര ലോട്ടറി അടിച്ചത് നിങ്ങൾക്ക്, എത്ര മാനിഫെസ്റ്റേഷൻ എല്ലാം വർക്ക്. ശില്പ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് അന്ന് പിറ്റേ ദിവസം സംഭവിച്ചിരിക്കും. ഒരു നമ്പർ എനിക്കിപ്പോഴും ഉണ്ട്. എന്നൊരു ദിവസം ഞാൻ നമ്പർ കയ്യിൽ എഴുതി വെക്കുമെന്ന് പറഞ്ഞ് അന്ന് എന്തോ 20,000 25,000 രൂപയ്ക്കോ അല്ല 1,00,000 രൂപ എന്തോ ഒരു ആവശ്യത്തിന് എഴുതി വെച്ച് കയ്യിൽ എഴുതി വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് വോയിസ് മെസ്സേജ് ചെയ്യുന്നത്, സാറേ കിട്ടിയിട്ടോ, ഞാൻ ഉദ്ദേശിച്ച കാശ് അക്കൗണ്ടിൽ വന്നിട്ട് കിടക്കേണ്ടത്. കാരണം മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ മൈൻഡ് ക്ലിയർ ആവണം. മൈൻഡ് ക്ലിയർ ആക്കി നിങ്ങൾ ആഗ്രഹിച്ച എല്ലാം അതുപോലെ വരും. മനസ്സ് ഈ മാലിന്യങ്ങൾ ഇതിനകത്ത് ഒഴുക്കി വിടണം. ഒന്നാമത് മാലിന്യങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ. ഇപ്പം 3 പേര് പറഞ്ഞു, നിഷ ആദ്യം തന്നെ പറഞ്ഞേ മാലിന്യം ഇതെന്ത് സംഭവം എന്നല്ലേ, പിന്നെ അവരുണ്ടെന്ന് മനസ്സിലാക്കി, ആദ്യമൊക്കെ മനസ്സിലായി, ശില്പയ്ക്കും ഇതുപോലെ തന്നെ മാലിന്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അത് മനസ്സിലാക്കിയവർക്ക് ജീവിതം മാറുക തന്നെ ചെയ്യും. താങ്ക് യു ശില്പ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. യെസ്. അപ്പോൾ ഇത്ര ബാക്കിയുള്ളവരെ ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ സുഹറ സംസാരിക്കുന്ന, പെട്ടെന്ന് പറഞ്ഞു സുഹറ. കുറെ ആളല്ലേ സുഹറനെ കണ്ടിട്ട് ഞാൻ. തായ്ലൻഡിലും മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ ഇങ്ങനെ കറങ്ങിയടിച്ച് പോവാണെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ സാറേ ഞാൻ എന്റെ മോളൊരു എക്സാം എഴുതി, കേട്ടിട്ട് എക്സാം എഴുതി, BEd കഴിഞ്ഞ കുട്ടി PG കഴിഞ്ഞിരുന്നു, പാസ്സായിട്ടാ. അതന്ന് കൊല്ലത്ത് വന്നപ്പോ ഞാൻ അവിടെ അഫർമേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പാസ്സായി. എന്റെ മോള് കേട്ടിട്ട് എക്സാം എഴുതിയെന്നേ, കൊല്ലത്ത് വന്നപ്പോ ഞാൻ അഫർമേഷൻ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു, അത് പാസ്സായി പറയും സാറോട്. പാസ്സായിരുന്നു. വെരി ഗുഡ്, നല്ല സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. കൊല്ലത്ത് വരുമ്പോ അഫർമേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആഗ്രഹം അതേപോലെ ശരിയായി. പിന്നെ ഉമ്മാക്ക് സാറ് തന്നിരുന്നു, അത് കൊടുത്തതിന് ശേഷം ഉമ്മാക്ക് കുറെ കുറവുണ്ട് കേട്ടാ. അതല്ലേ, സന്തോഷം. കയ്യിലാ സ്റ്റോൺ തന്നപ്പോ ഉമ്മക്കുള്ള സ്റ്റോൺ ട്രീറ്റ്മെന്റ് ഉണ്ട്, എന്നാലും ഉമ്മമാര് അത്യാവശ്യം ചെയ്യുന്നുണ്ട്, കുറെ കുറവുണ്ട്. വ്യത്യാസം ഉണ്ടല്ലോ. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയപ്പോ നോക്കിയോ? ഒക്കെ നോക്കി കുറവുണ്ട്. ട്രീറ്റ്മെന്റ് ഉണ്ട്, എന്നാലും അത് ചെയ്തതിന് സമാധാനം. കുറെ കാര്യങ്ങൾ ശരിയായി. ഇനി സാറ് പറഞ്ഞ ഈ കോഴ്സിലേക്ക് ചേരാൻ ആഗ്രഹമുണ്ട്. ചേർന്നോളൂ കേട്ടോ, ചേർന്നു. സ്പെഷ്യൽ പ്രൈസ് തരാം, സ്പെഷ്യൽ പ്രൈസ് തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ. ഓക്കെ. അതിനൊന്നും ആഗ്രഹമുണ്ട് ഈ കോഴ്സിൽ ചേരാൻ വേണ്ടിട്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പെട്ടെന്ന് കിട്ടുന്നില്ലേ പറയാൻ, ഒരുപാട് കാര്യങ്ങൾ ശരിയായി പറയാലോ. എന്നിപ്പോ ഞാൻ അപ്പോ ഞാൻ സംസാരം നിർത്താണ്. കോഴ്സിനെ പറ്റി പറയാം. നെക്സ്റ്റ് നിങ്ങൾ ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ലൈവ് ക്ലാസ് തരാൻ പോവുകയാണ്. എല്ലാ ദിവസവും രാത്രി 8:30 മണിക്ക് 9 മണിക്ക് ശേഷം നമുക്ക് ലൈവ് സെഷൻ വേറെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. അപ്പോൾ ജേണി ടു ഹാപ്പിനെസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ട്? 1 2 3 എന്ന് പറഞ്ഞ് പേര് എഴുതിക്കോളൂ.
ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം, പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ധൈര്യം, നല്ല അത്രയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നല്ലൊരു ഓഫറും തരാം, നല്ല പ്രൈസും തരാം. അല്ലേ, എപ്പോഴും നമ്മുടെ ഇത്രയും ആൾക്കാർ, ഒരുപാട് ആൾക്കാർ വേണം. കാരണം ജീവിതത്തിൽ എല്ലാവർക്കും മാറ്റം ഉണ്ടാക്കാൻ. ഓൾറെഡി നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തവർ വേണ്ട കേട്ടോ, മെമ്പർഷിപ്പ് എടുക്കാത്തവർക്കാണ് ഡോക്ടർ വേണ്ടവർ പറഞ്ഞോളൂ. എത്ര രൂപ ഫീസ് വേണം നിങ്ങൾക്ക്, എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും 4 ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, അതിൽ കുറക്കല്ലേ, 4 ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, ഉറപ്പാണ്. എല്ലാ ദിവസവുമുള്ള ക്ലാസ്സാണ്. അതിന് പ്രാക്ടീസും ഉണ്ട്, രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്, വൈകിട്ടുണ്ട്, 3 നേരമുണ്ട്. അതിന് കൂടാതെ ഞാനും ഉണ്ട്. പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തവർ മാത്രം പേ ചെയ്യേണ്ട, അവർക്ക് ഓൾറെഡി മെമ്പർഷിപ്പിലുള്ളതാണ്, അതേ എമൗണ്ട് ഉള്ളതാണ്. യെസ്, പറഞ്ഞോ. യെസ് യെസ് യെസ്, പറയട്ടെ, പേരില്ല, അത്രയും പെട്ടെന്ന്. ആ, സ്റ്റാൻഡേർഡ് മെമ്പർഷിപ്പ് എടുത്തവർക്ക് മറ്റ് അടുത്ത മെമ്പർഷിപ്പ് എടുത്ത് എലൈറ്റിനും പ്രീമിയം മെമ്പർഷിപ്പിൽ ഓൾറെഡി ഇത് ഇൻക്ലൂഡഡ് ആണ്. മറ്റ് മെമ്പർഷിപ്പ് എടുത്തവർക്ക് നിങ്ങൾ എക്സ്ട്രാ ജോയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഫീസ് എത്ര ഫീസ് ഫിക്സ് ചെയ്തിരിക്കണേ പറഞ്ഞേ. നീല ആൾക്കാരുമായിട്ട് ഫുള്ള് ഇൻട്രാക്ട് ചെയ്ത് വരുന്ന ആൾ എത്ര ഫീസ് കൊടുക്കണം? എനിക്ക് ഇപ്പം ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് എത്ര ഫീസ് കൊടുക്കണം? നാളെ ഒരു ദിവസം യൂട്യൂബിൽ നിന്ന് വരുന്നവർക്ക് എത്ര ഫീസ് കൊടുക്കണം? അത് കഴിഞ്ഞ് അത്രയൊന്നുമില്ല, അത് ആ എമൗണ്ടിനൊന്നും കിട്ടൂല. ഇത് 1011 രൂപ നടക്കുന്ന കാര്യം. ജേണി ടു ഹാപ്പിനെസ്സാ 10,000-ൽ കുറഞ്ഞൊരു ഫീസ് ആരും പറയണ്ട, പറഞ്ഞാൽ നടക്കൂല. കാരണം അത്രയും ഏറ്റവും അല്ല. ഒറ്റ മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ആ ഫീസ് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി എത്ര വിലയിടുന്നുണ്ട്, അതിൻ്റെ 10% നിങ്ങൾ പേ ചെയ്യും. അല്ല, അതിൻ്റെ 1% നിങ്ങൾ പേ ചെയ്താൽ മതി. അല്ലേ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളായിരിക്കുന്ന ഇപ്പോഴുള്ള നിങ്ങൾക്ക്, ഇനിയിപ്പോൾ അതിന് നിങ്ങളൊരു 100 ഇരട്ടി വില ഉള്ള ആളായി നിങ്ങൾ മാറും. ഇപ്പോൾ നിങ്ങൾക്കുള്ള വിലയുടെ 10% പേ ചെയ്തോളൂ. അല്ല, അപ്പം നിങ്ങളുടെ വില പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. നിങ്ങൾ ഒരാളെയും വിലയൊന്നും അങ്ങനെ തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഞാൻ വെറുതെ ഒരു തമാശക്ക് രൂപയാണ് പറഞ്ഞു എന്നല്ലോ, പോരാ. ഫീസ് ഇതൊന്നും നടക്കൂല. ഞാൻ എല്ലാവർക്കും പറയുമല്ലോ, അതൊന്നും ഈ കോഴ്സ് അങ്ങനെ നടക്കൂല. അത് അത്രയും വലിയ കോഴ്സാണ്, അത്രയും സൂപ്പറായ കോഴ്സാണ്. ഒരു ചേർന്നവരുണ്ട്, ചേരാത്തവരുണ്ട്. വലിയ കോഴ്സാണ്, നല്ല ഏറ്റവും പവർഫുൾ കോഴ്സാണ്. അല്ലേ, ഏറ്റവും പവർഫുൾ കോഴ്സ് ഇത്രയും ചെറിയ പൈസക്ക് തന്നാൽ പിന്നെ പവർഫുൾ എന്ന് പറയുന്നത് എന്താ കാര്യമല്ലേ? ഇല്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. ചെറിയ കോഴ്സ് ഞാൻ ഇവിടെ ഇഷ്ടംപോലെ നൽകുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ചെറിയ ഈ കോഴ്സിൻ്റെ യഥാർത്ഥ വില 36,000 രൂപയാണ്. പ്രീമിയം മെമ്പർഷിപ്പ് ഇത് 36,300 രൂപയാണ് അതിൻ്റെ യഥാർത്ഥ വില. ഇതിന് GST കൊടുക്കണം കോഴ്സിൻ്റെ വിലക്കനുസരിച്ച്. അപ്പോൾ എത്രയായി GST തന്നെ? യെസ്, 2 ക്ലാസ്സാണ്, 2 ഇതാണ്. അതൊറ്റ കോഴ്സ് മതി. ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങൾ കുറേ കോഴ്സുകൾ എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഈ ഒരു കോഴ്സ് മതി നിങ്ങൾക്ക് എല്ലാത്തിലേക്കും. ബാക്കിയാണ് ജേണി ടു സക്സസ് മാത്രം പിന്നെ ബാക്കി വരും. ബാക്കിയെല്ലാം ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇതെല്ലാം അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ്. കോഴ്സിൻ്റെ ഫീസ് വെറും ഇവിടെ തീരണം. നമുക്ക് ഇതിനപ്പുറത്തേക്ക് നമുക്കില്ല. ഇവിടെ അവസാനം കോഴ്സിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആണ്. കോഴ്സിൻ്റെ ഫീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എപ്പോൾ ജോയിൻ ചെയ്യുന്നത്, ഇപ്പോൾ ഓൺ ദ സ്പോട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബ്രേസ്ലെറ്റ് വേണോ, സ്റ്റോൺ വേണോ, പിരമിഡ് വേണോ, ബുക്സ് വേണോ, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു ഗിഫ്റ്റും കൂടി 3 പേർക്ക് ഞാൻ ആ ഗിഫ്റ്റ് തരുന്നുണ്ട്. 3 പേർക്ക് ഇതിൽ എന്ത് സാധനത്തിന് വേണമെങ്കിൽ ഗിഫ്റ്റ് ചോദിച്ചോളൂ. ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ. എത്ര രൂപ? നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ചോദിക്കാം, സ്റ്റോൺ ചോദിക്കാം, അല്ലെങ്കിൽ പിരമിഡ് ചോദിക്കാം, അല്ലെങ്കിൽ ബുക്സിൻ്റെ ഫുൾ കിറ്റ് ചോദിക്കാം, ഏത് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് അയച്ചോളൂ. ഗൂഗിൾ പേ നമ്പർ കൊടുക്കും പ്രസീതേ. അപ്പോൾ ഉള്ളവർക്ക് ടെക് എന്നിട്ട് അടച്ചോളൂ. പിന്നെ വേറൊരു ഓഫർ പറയാം. ഓൾറെഡി മുമ്പേ ഈ കോഴ്സ് എടുത്തവർക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 50% പൈസ അടച്ചാൽ മതി. ഓൺലി 50%. നിങ്ങൾ ഫുൾ അടക്കണ്ട. വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ ആ കോഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അവിടെ ഉണ്ട്. ഇതിന് അപ്ഡേറ്റും കൂടി നമുക്ക് സാറിൻ്റെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 50% എമൗണ്ട്, അല്ലേ, 50% അടക്കാമല്ലോ നമുക്ക്, അല്ലേ? ഇത്രയും വലിയ പണിയുള്ള കാര്യമല്ലേ? ഓക്കെ, ജോയിൻ ചെയ്തോളൂ. കോഴ്സിൻ്റെ ഫീസ് എത്രയാണ്? ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. ബാക്കി സംസാരങ്ങൾ ഞാൻ വിട്ടു തന്നിരിക്കുന്നു. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് മാറണം, എങ്ങനെ മാറണം, വേണോ വേണ്ടേ എന്നുള്ള നിങ്ങളുടെ ഓൺ ഡിസിഷനാണ്. അതിൽ ഞാൻ കൈകടത്തുന്നില്ല. ഞാൻ നിങ്ങളെ ടെമ്പർ ചെയ്തിട്ട് അതിൽ ചേർക്കേണ്ട ആവശ്യം. ഇമോഷണലി അല്ല ചേർക്കേണ്ടത്, നിങ്ങളുടെ ബോധത്തിൽ നിന്നാണ് വരേണ്ടത്. ഇമോഷണലി ഞാൻ ഒന്നും സെല്ല് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം
എനിക്കിത് വേണമെന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം വാക്കായിരിക്കണം. അപ്പോൾ മാത്രമേ ഇത് മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് മാറ്റമല്ല, അത് ചിലപ്പോൾ എനിക്ക് കാശ് കിട്ടുമായിരിക്കും, അതല്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എനിക്ക് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് പറ്റിയ 100% ആയിട്ടുള്ള എല്ലാം ഇവിടെ 100%, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ മാറിയില്ലേ, നിങ്ങൾ 1 മാസം പ്രാക്ടീസ് ചെയ്തു, 2 മാസം പ്രാക്ടീസ് ചെയ്തു, 3 മാസം പ്രാക്ടീസ് ചെയ്തു, മാറിയില്ലേ, ഒരു മാറ്റം വന്നില്ലേ, കാശ് തിരിച്ചു മേടിച്ചു. കാശ് മാത്രമല്ല, കോമ്പൻസേഷൻ മേടിച്ചു. സാറിൻ്റെ തേര് നടക്കൂല എന്ന് പറയും. ഞാൻ എഗ്രി. ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ഈ ലോകത്ത്? യെസ്, ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ പേ ചെയ്തിട്ട് നാളേക്ക് ഈ ആഴ്ച തുടങ്ങും ക്ലാസ്. അധികം സമയം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം നിങ്ങൾ പ്രൊസീജിയർ നേരിട്ട് സംസാരിച്ചോളൂ. ഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓരോ ആൾക്കും മുമ്പേ ഉള്ള ക്ലാസ്സിൽ പങ്കെടുക്കുന്നതനുസരിച്ച്, മുമ്പേ കോഴ്സ് എടുത്തതനുസരിച്ചുള്ള ഫീസും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടും. താങ്ക് യു വെരി മച്ച്.